148 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നാം വായിക്കുന്നത്. സൂര്യചന്ദ്രന്മാരെ ദൈവത്തെ സ്തുതിക്കുവീൻ, പ്രകാശമുള്ള സകല നക്ഷത്രവുമായുള്ളവയെ ദൈവത്തെ വാഴ്ത്തുവീൻ. ഞാനൊന്ന് ഇംഗ്ലീഷിലും കൂടെ വായിച്ചോട്ടെ. പ്രൈസ് ഹിം സൺ ആൻഡ് മൂൺ, പ്രൈസ് ഹിം ഓൾ യു ഷൈനിങ് സ്റ്റാർസ്. പ്രകാശമുള്ള നക്ഷത്രങ്ങളെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. സൂര്യൻ നിങ്ങൾ ഹെഡാണ്, ശരിയാണ്, പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ചന്ദ്രൻ നീ വളരെ ബ്യൂട്ടിഫുള്ളാണ്, നീ ദൈവത്തെ സ്തുതിക്കണം. സൂര്യനെയും ചന്ദ്രനെയും വെച്ച് നോക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു പ്രസക്തി, കാരണം നമുക്കാർക്കും കാണാൻ പോലും മേലില്ല അതിനെക്കുറിച്ചൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്. വലിയ വലിപ്പമുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറയുന്നു. ഉണ്ട്, സംഭവമൊക്കെ ശരിയാണ്. കാർമേഘമില്ലാത്ത ദിവസം രാത്രി മേലോട്ട് നോക്കിയാൽ നമ്മൾ അന്തം വിട്ടു പോകും. ഇതാരാ ഇതെല്ലാം ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്? സ്തോത്രം. അവിടെ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ. ഒരു പക്ഷേ പ്രകാശമില്ലാത്ത നക്ഷത്രവും കാണും. ഞാനതിനെ ഇങ്ങനെയൊന്ന് മാറ്റുക. ജീവനുള്ള സകല മനുഷ്യരും, വേറൊന്നും വേണ്ട, അത് മാത്രം. നാവനങ്ങുമെങ്കിൽ, കണ്ണ് തുറക്കുമെങ്കിൽ, ശബ്ദം പുറത്തേക്ക് വരുമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അതിൻ്റെ ഭംഗിയൊന്നും ഇവിടെ വിഷയമല്ല. കാരണം സൂര്യൻ, ചന്ദ്രൻ, അതിൻ്റെ ഒപ്പമൊന്നും ഞങ്ങളായിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ സ്തുതിക്കുന്നത് എന്ന് പറയരുതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സൂര്യൻ എങ്ങനെയാ സ്തുതിക്കുന്നത്? സൂര്യൻ തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വാഗൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. എന്താ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി? നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ 6 മണി നമ്മുടെ കിടക്കയിൽ നിന്ന് കുത്തി എഴുന്നേൽപ്പിക്കും. ജനലില്ലാത്തോടെ വെട്ടം വരുമല്ലോ. അലാറം വെച്ചിട്ടും എഴുന്നേക്കാത്തവര് ഇത് വരുമ്പോൾ എഴുന്നേക്കും. അത് ആ പുള്ളിക്കാരനത് എത്രയോ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ചില ദിവസം രാവിലെ കിടന്നങ്ങ് തളർന്നുറങ്ങുമ്പോൾ സൂര്യൻ വന്നിട്ട് പറയുന്നത് എന്നാണെന്നറിയാം? നിൻ്റെ അപ്പനെ ഞാൻ ഉണർത്തിയിട്ടുണ്ട്, നിൻ്റെ വല്യപ്പനെ ഞാൻ ഉണർത്തിയിട്ടുണ്ട്, മര്യാദയ്ക്ക് എഴുന്നേറ്റോളം പറയും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വിഷയമല്ല, കാരണം അവർ കിടക്കുന്നത് രാത്രി വളരെ വൈകിയാണ്. അതെ, മൊത്തം തലതിരിഞ്ഞ ഒരു കൾച്ചറിലേക്ക് പോയി. പോട്ടെ, സൂര്യൻ അവൻ്റെ ജോലി ഇന്നുവരെ തെറ്റിച്ചിട്ടില്ല. അതിലൂടെ അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചന്ദ്രനോ, ഒരു കഥ ഇങ്ങനെയുണ്ട്, കുട്ടികൾക്ക് വേണ്ടി VBS പണ്ട് പഠിപ്പിച്ചതാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, കന്യാകുമാരിയിലെ കടലിലോട്ട് ചാടാൻ പോകുന്നു. അവിടെയൊന്നും അല്ല, നമ്മുടെ ഒരു ഭാവനയാണ്. അവിടെ പോയാൽ കാണാമല്ലോ. അപ്പം അത് കാണാൻ വേണ്ടി തന്നെയുള്ള ഹോട്ടലുകളുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ മുറിയെടുത്താൽ നിങ്ങൾക്ക് ഉദയവും കാണാം, അസ്തമനവും കാണാം. ഓക്കെ. അപ്പം ഈ കടലിലോട്ട് ഇവൻ ചാടുമ്പോൾ അവനൊരു ചോദ്യം ചോദിക്കുമെന്നാണ് VBS അധ്യാപകർ പഠിപ്പിച്ചത്. ഞാൻ മറയാൻ പോകുന്നു, ആരുണ്ട് ഇന്ത്യക്ക് വെട്ടം കൊടുക്കാൻ? ആരുണ്ട് ഏഷ്യക്ക് വെട്ടം കൊടുക്കാൻ? ആരുണ്ട് കേരളത്തിന് വെട്ടം കൊടുക്കാൻ? ആരും അനങ്ങുന്നില്ല. അപ്പോൾ ചന്ദ്രൻ ചെറുതായിട്ട് വന്ന് കൈപൊക്കി. എനിക്ക് അങ്ങയോളം പ്രകാശമില്ല, എനിക്ക് അങ്ങയോളം വലിപ്പമില്ല, എനിക്ക് അങ്ങയോളം കഴിവില്ല, എങ്കിലും എന്നാലാവോളം ഞാൻ ഇന്ത്യക്ക് വെളിച്ചം കൊടുക്കാം, കേരളത്തിന് വെളിച്ചം കൊടുക്കാം. സൂര്യൻ്റെ അഭാവത്തിൽ ചന്ദ്രൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവനും ഇവനും അവരും. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ഏത് ജോലിയും
ക്രിസ്തീയ മനോഭാവത്തോടെ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒരു ക്ലർക്ക് എന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവരവരുടെ ജോലി വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗോഡ് ബ്ലെസ് യു.